Hello everyone, welcome to Rit's reaction video guys. Welcome to my channel. So guys, just we have seen the college intro scene of Avesham. Let's watch the entry of Ranga, that is Papa. Let's watch the scene. ഇവിടെ ചെറിയ നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ടായിരുന്നമ്മ. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ, കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും അമ്മയോട് പറയണേ മോനെ. ഓ ഹാപ്പി അല്ലേ? ഞാൻ വിളിക്കാം അമ്മ, പഠിക്കാനുണ്ട്. പഠിച്ചോ മോനെ. എന്റെ അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ല. പോട്ടറ, വിഷമിക്കണ്ട. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതിയോ? പിന്നെ അവന്മാരെ തിരിച്ചടിക്കണ്ടേ? തിരിച്ചടിക്കാനാ? എന്തിന്? അതിന് നമ്മളെല്ലാം കോംപ്രമൈസ് ആയല്ലോ. നമ്മൾ ഇന്നലെ കുട്ടിയേട്ടനായിട്ടിരുന്ന് വെള്ളം അടിച്ചില്ലേ? നീ ഇപ്പൊ ആരെയും പേടിക്കാതെ കോളേജിൽ പോയല്ലോ അല്ലേ? നീയൊക്കെ കൂടെ നിന്നാലും ഇല്ലേലും ഞാൻ അവന്മാരെ തിരിച്ചടിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കുടിക്കണം. എടാ, 2 ദിവസം മുണ്ടിലാടുന്ന അടിയുണ്ടെന്ന് ഓർമ്മയില്ലേ? ഇനി എങ്ങനെ അടിക്കണമെന്ന് നീ പറയുന്നേ? എടാ, എന്റെ ചേട്ടന്മാരെ തുറച്ച് നമുക്ക് നാളെ മുതൽ റോഡിൽ ഇറങ്ങി നിന്നിട്ട് ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ലോക്കൽ സപ്പോർട്ടാണ് ഒരു 10 പേര് ഇങ്ങനെ പറഞ്ഞാലോ? എങ്ങനെയുണ്ട്? എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഞാനും അടിക്കും. ഓ, ഒരു കാര്യം ചെയ്യും, നീ അതേ ഐഡിയ പറ, എന്നിട്ട് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്താ പ്ലാൻ? ഇനി മുതൽ നമ്മൾ ഡെയിലി ബാറുകളിൽ കയറി അടിക്കാൻ പോവാം. ആഹാ, അത് കൊള്ളാം. അത് നല്ല ഐഡിയ. എന്തോന്നു? ഇതുപോലുള്ള ബാറുകളിലാണ് ഈ ലോക്കൽസും ഗുണ്ടകളും കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ ഡെയിലി വരുവാണെങ്കിൽ അവരോട് ഈസി ആയിട്ട് കമ്പനി ആവാൻ പറ്റും. ഇതാണോ നിന്റെ പ്ലാൻ? നിന്റെ അടുത്ത് വേറെ വല്ല ഐഡിയ ഉണ്ടോ? ഈ പ്ലാൻ എന്താ കുഴപ്പം? ഇത് നല്ല പ്ലാനാ. അവൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പരസ്യം ഒരു ടെക്സ്റ്റൈൽസിന്റെ പരസ്യം, പൈസ കിട്ടും. നോക്കാം, എന്നാ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫുള്ള് ഇതാണ് മയൂരി ബാർ. കാണുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഗുണ്ടകളും വരുന്ന സ്ഥലം. ഇതിന്റെ ഓണർ അത്യാവശ്യം കിടിലമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് മുതൽ പുള്ളിയാണ് നമ്മുടെ ഫോക്കസ്. ഇനി അങ്ങോട്ട് ഇവിടുന്നാണ് നമ്മുടെ വെള്ളം.
എന്റെ പൊന്നളി ഇത് എന്ത് തിരക്കായത് മുട്ടിട്ടോ ഞാൻ പുറത്ത് കാണാൻ പോയി കൊള്ളാൻ പോകും പുറത്തോ നിക്കടാ എന്തോടാ എൻ്റെ അടയെ അത് നടക്കുകയെന്നില്ല എടാ നീ ഒരു മേലെ നല്ല പ്രതീക്ഷ കൈവിട്ടു ക്യൂ നിൽക്കി കൊള്ളാം ഒരു സെറ്റ് കിട്ടും പക്ഷേ ഇപ്പം എൻ്റെ ചേട്ടന്മാർ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടേണ്ടി വരത്തില്ല കോളേജിലൊക്കെ എന്തിനാണ് നടക്കണേന്ന് പോലെ കാണുന്നില്ല എടാ മോനെ ലൈറ്റ് ഇടണം ഇത് കഴിഞ്ഞിട്ട് പോലെ വേണം നിങ്ങൾ കുട്ടികളല്ലേ എന്താ ഇയാളാണോ ഞങ്ങൾ കക്കൂസ് വെച്ച് കണ്ട ആള് ഇയാളോ ഇയാളെന്തോടാ ഈ സ്വർണം മുഴുവൻ ഇട്ട് ജൂവലറിയുടെ പരസ്യത്തിനെങ്ങനെ കൊണ്ടിരുത്തേക്കുന്നതായിരിക്കും നീ നമ്മളെ കൊണ്ടുപോയ പുലികളിയുടെ പരസ്യം പോലെ ആയിരിക്കും അജു അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞ അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല ടുഡേ സ്പെഷ്യൽ മയൂരി SPL കബാബ് സ്പെഷ്യൽ കബാബ് ആ ഒടുക്കത്തെ തിരക്കടാ നമുക്ക് പോയാലോ പോവാന് എടാ ഈ പരിപാടി നടക്കൂലടാ നമുക്ക് വല്ല പഠിക്കുന്ന പരിപാടി നോക്കാം നീ പോയി അമ്മയെ വിളിച്ചെടുത്ത് മോങ് ഓട് അതുപോലെ അവിടെ ഒരു സ്ഥലം ഒഴിഞ്ഞ് നടക്കൂട്ടെ അങ്ങോട്ട് ഞാൻ മോങ്ങത്തൊന്നുമില്ല ഇനി അതും പറഞ്ഞിടന്ന് മോങ്ങല്ലേ ഇങ്ങോട്ട് ಸರ್ ಟೇಬಲ್ ಬುಕ್ ಆಗಿದೆ ಬೇರೆ ಕಡೆ ಹೋಗಿ ಬುಕ್ಕಿಂಗ್ ಬೇರೆ ಕಡೆ ಹೋಗಿ ഇവിടെ വന്ന് ആര് ബുക്ക് ചെയ്യാനാടാ ഒരു കബാബും കൂടെ പറയൂ ഓടെ എഴുന്നേപ്പിച്ച് ഇവിടെ നമുക്ക് ലൈവായിട്ട് കാണാം എടാ അതെന്തോ പരിപാടിയാടാ നമ്മളിരുന്നപ്പോൾ അയാൾ നമ്മളെ എഴുന്നേപ്പിച്ചിട്ടല്ലോ ഇപ്പൊ അയാൾ ദൂരെ എവിടെ ഇരിക്കുന്നു പുള്ളി എങ്ങനെയാണോ അത് ബുക്ക് ചെയ്തത് സ്വർണ്ണമൊക്കെ ഉറച്ചില്ല ആണോ ഡാ നമ്മുടെ ടാർഗറ്റും എടാ വെറുതെ അതുവരെ പോയി അവന്മാരെ തള്ളം കൊണ്ട് തിരിച്ചു വരണോ മിണ്ടായിരിയുടെ ഇറക്കെ ನಮಸ್ಕಾರ ಅಣ್ಣ ಚೆನ್ನಾಗಿದ್ದೀರಾ ಹುಡುಗರು ಸಪ್ಲೈ ಎಲ್ಲ ಕರೆಕ್ಟಾಗಿ ಮಾಡ್ತಾರೆ അയാളെ കണ്ടിട്ട് ഏതോ വലിയ ടീമാണെന്നാ തോന്നുന്നു അതെ അതെ നിനക്ക് ബാത്റൂമിൽ വെച്ച് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറായിരുന്നു ഒരുമാതിരി കോപ്പിലെ വർത്താനം പറഞ്ഞേട്ടാ മാന്യമായിട്ട് അതൊക്കെ വിട് നീ ഒരു കാര്യം ചെയ്യും നൈസായിട്ട് പോയി മുട്ടി ചെല്ല് ഞാൻ എന്തിനു പോണ നമുക്ക് മൂന്നുപേർ കൂടെ ഒരുമിച്ച് പോവാം വേണ്ട 3 രൂപ മുടിഞ്ഞു പോകുന്നു കറക്റ്റ് നീ എന്നെ പോയാൽ മതി എന്നാ നിങ്ങൾ ആരെയും പോവും എനിക്ക് എടാ നിന്റെ അടുത്തല്ലേ ഒന്ന് തീപ്പെട്ടി വെച്ച് അപ്പൊ നീയല്ലേ പോയി സംസാരിക്കണ്ടേ ചെല്ല് എനിക്ക് വയ്യളിയാ എനിക്ക് പേടിയാണ് ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ നീ ഇത് പിടിച്ചേ നീ നേരെ പുള്ളിയുടെ അടുത്തേക്ക് ഇല്ല ലൈറ്റർ ചോദിക്കുന്നു പുള്ളി ലൈറ്റർ വരാൻ തിരിയുന്നു അപ്പൊ നീ പറയണം അയ്യോ ചേട്ടന് എന്നെ ഓർമ്മയില്ലേ നമ്മൾ ഇന്നലെ ബാത്റൂമിൽ വെച്ചോണ്ട് അത്രേ ഉള്ളൂ അളിയാ പ്ലീസ് അവൻ്റെ ഒരു പ്ലീസ് ഒക്കെ ഒന്ന് പോടാ ലൈറ്റർ ലൈറ്റർ തന്നു ചോദിച്ചു തന്നു ഇനി എന്തുവാ ചോദിക്കണം എടാ മോനെ ನನ್ನ മനസ്സിലായില്ലേ ടോയ്ലറ്റിലെ ഇന്നലെ ഓ മനസ്സിലായി ഗുഡ് ഗോൾ ഫ്രണ്ട്സാ എಲ್ಲಿ അവിടെ ഇരിക്കണമോ നാ ರಂಗ ರಂಗ നിന്റെ പേരെന്താടാ ബിബി ശാന്തൻ അജു ഇന്ന് വേഗം പോണം നാളെ ഡീറ്റെയിൽ ആയിട്ട് മിണ്ട
ಏನು ಹೇಳಪ್ಪ ಆರ್ಡರ್ ಮಾಡ್ತಾ ಇದೆ ಅಲ್ವಾ ಕೂತ್ಕೋ ಕೂತ್ಕೋ ಏಯ್ ಒಂದು ಕ್ವಾರ್ಟರ್ ಒಂದು ಕಬಾಬ್ ಬೇರೆ ಬೇರೆ ಬೇಕು ಏಯ್ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലടാ ഞാൻ ഇവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇപ്പൊ കണ്ടാ എടാ എന്തോരം ആൾക്കാരുടെ അയാൾക്ക് നമ്മളിവരൊക്കെ ഡെയിലി കാണുന്നില്ലേ? ഇവരൊക്കെ ഗുണ്ടകളായിരുന്നു. ശരിയാ. എടാ ഇവന്റെ മറ്റേ ടാർഗറ്റ് അവിടെ ഒന്ന് കുമ്പിട്ട് നിപ്പുണ്ടായിരുന്നല്ലോ. ആരായാലും എന്താ, നിനക്ക് കാര്യം നടന്നാ പോലെ. എന്തിനാ വേണ്ടേട്ടാ, ഞങ്ങള് കയറാലോ. വാടാ കേറ കേറ. അയാളുമായിട്ട് പെട്ടെന്ന് കമ്പനിയായിട്ട് വേണം ഇവന് ഇടിച്ചു. കമ്പനി ആയല്ലോ. എന്താടാ? ഏയ് പാട്ട് നല്ലതെന്ന് പറയായിരുന്നു. ഓ എടാ മോനെ cheers ഏ ബൈ ആണ് ಬಿಡ್ಬಿಡಿ ಅಮ್ಮ ಅಣ್ಣ ಅಂಬಾರಿ ಅಂಬಾರಿ ಎಲ್ಲರೂ ಪರಿಚಯಪಡ್ತ ಓಯ್ ಎಲ್ಲರ ಮುಂದೆ ಮೀಟ್ ಮಾಡು ಬಾ ಬಾಲಿ പരിചയപ്പെടാനാണ് ടൂൾസ് കൊടുക്കട്ടെ. അവന്മാരെ കാണുമ്പോൾ എന്റെ കോളേജ് വിദ്യാഭ്യാസം ഓർമ്മ വരും. അണ്ണന് കോളേജ് പോയിട്ടില്ലല്ല, അവന്മാരും പോകുന്നില്ലല്ലോ. എടാ മോനെ രംഗചേട്ട ബാറിലെത്തി ഇറങ്ങണം അങ്ങോട്ട്. വിജയനഗര സാമ്രാജ്യ കെമ്പഗൗഡ രാജാതി രാജനഗരി സന്നതി ടകാട പിള്ളാദ് ഡനകട ഡബിൾ മോൾ സ്കൂതനി കല്ലറ സോന ട്രൈ അടിച്ചാൽ കൊടുമാൾ ട്യൂഷൻ ട്യൂഷൻ പാട വന്ന് കയറി. അറിഞ്ഞോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ സൂപ്പർ. സകലകല അഭ്യാസം സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവലും മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ചകല ചകല ചകലിംഗ് സ്മഗൽ സ്മഗൽ സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റീമാസ്റ്റർ ഗണ്ണൊന്നും ഇല്ല ചേട്ടാ. ഗണ്ണ് ഗണ്ണ് ಗನ್ ಅಣ್ಣ ಗಣ್ಣು ಮറന്നു എടുക്കാൻ മറന്നു പോയി. ಗನ್ ತಗೊಂಡ್ಬಂದಿಲ್ವಾ? ಯಾರೂ ತರಲಿಲ್ಲಣ್ಣ. ಏನ್ ಗ್ಯಾಂಗ್ ಗನ್ ತಗೊಂಡ್ಬಂದಿಲ್ಲ? നമ്മളെ കൂടെ കൊണ്ടുപോകാം. ಬೇಡ ಬೇಡ ಬೇಡ, നിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസത്തിന് വന്ന് അത് കറക്റ്റ് ആച്ചാ. പഠിക്കട്ടോ ആദ്യം പഠിക്കും. ചേട്ടാ രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അമ്പാൻ അമ്പാൻ അണ്ണ ഏത് ഏത് ജ്യൂസ്
അപ്പൊ ജ്യൂസ്. അതായത് അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറി. അണ്ണൻ ഒറ്റ മോനാണേ, അതുകൊണ്ട് അയാളെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടത്. പക്ഷെ അയാള് അണ്ണനെയും കൊണ്ട് കോളേജിൽ ചേരാൻ പറ്റ പൈസ മുഴുവൻ എടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. കമ്പനി 8 നില പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റിയില്ല. പിന്നെ അണ്ണൻ കടയിൽ നിന്ന് അടിയോട്ടടി. ജ്യൂസ്. അമ്പേട്ടാ പിന്നെന്തായി? അയാള് പിന്നെയും വന്നു. അണ്ണന് കിട്ടിയ കാശ് മുഴുവൻ എടുത്ത് ബാംഗ്ലൂരിന്റെ ഒരു അറ്റത്ത് ആർക്കും വേണ്ടാത്ത കുറച്ച് അരിശൂമി അങ്ങോട്ട് മേടിപ്പിച്ച്. അങ്ങനെ അണ്ണൻ പിന്നെയും ജ്യൂസേടെ ഇന്ന് അടിയോടടി അല്ലേ? എങ്ങനെ മനസ്സിലായി? നെഞ്ചപ്പാ ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഓ ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ്. എന്താടാ നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. അപ്പോ ജ്യൂസ് കട. പതിവ് പോലെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണൻ. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഗുണ്ടകൾ വിത്ത് ടൂൾസ്. വിത്ത് സോഡ ഓപ്പണർ. അന്ന് മുതൽ അണ്ണൻ റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തു. Fresh bitch, ain't nobody realer. Slow mo when I ain't her. Only if you're a god in the man. It don't really matter though if you about to die. You can run, you can fight, either way it's the same outcome when I ride. Last chance, you ready to tango? This your last dance. You ready with ammo? Get the squad ready, you was about to get heavy. Yeah, I'm here to make it hurt. That's the only way I work. We gon' put them in the dirt. ഒരു ദിവസം അണ്ണന്റെ മുന്നിൽ 30 ഗുണ്ടകൾ. അണ്ണൻ ഒറ്റയ്ക്ക്. ഈ ഗുണ്ടകളുടെയൊക്കെ പുറകിലായിട്ട് അവരുടെ നേതാവ്. എന്ത് ചെയ്യും? Good death. ಅಂಬೇಟ ಎನ್ನಟ್ಟೆ ರಂಗಣ್ಣ ದೊಡ್ಡ ನೋಡಿ ಅಡ್ಡಾಗೆ ಎಂಟಿ ಕೊಟ್ಟರೆ ಸಾಕು. ಲಾಂಗ್ ಎತ್ತಿದ ತಕ್ಷಣ ಕತ್ತನ್ನ ಕಚಕ್ಕಂತ ಕತ್ತರಿಸಿದ್ರೆ ರಕ್ತ ಇಲ್ಲಿಂದ ಬಸ್ಸಂತ ರಕ್ತ, ಮೈಯೆಲ್ಲಾ ರಕ್ತ. ಗನ್ನೆತ್ತಿ ನೆತ್ತಿಗಿತ್ತಿ ಶೂಟ್ ಮಾಡಿದ್ರೆ ಸಾಕು, ಉಳ್ಳೆ ಒಬ್ಬನು ಬ್ಲಡ್, ಮೈಯೆಲ್ಲಾ ಬ್ಲಡ್. गंगा भैया वो ऐसे दौड़ के आया और ऐसा फ्लैटे मारा, गायब. തല്ലാൻ കൊണ്ടുപോണേ. ഇപ്പൊ സംസാരിച്ചു നോക്കാം. അണ്ണാ ഈ കുട്ടികളെ തല്ലാൻ കൊണ്ടുപോണേ ഉണ്ടായി. അണ്ണാ അമ്പാൻ കൂക്കോ. ഓക്കെ എവിടെ മോനെ? അപ്പൊ നാളെ ഓക്കെടാ. അപ്പൊ നാളെ കാണാം. ഓക്കെ ബൈ. കല്ല. അശോ, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. അണ്ണന്റെ മനസ്സ് കല്ല.
ഒരു ദിവസം അണ്ണൻ്റെ ഗുണ്ടാപ്പണിയൊക്കെ എറിഞ്ഞ് അമ്മ ഇട്ടിട്ട് പോയപ്പോൾ ഒട്ടും കുലുങ്ങിയില്ല. കരിങ്കല്ല് പോലെയിരുന്നു, കരിങ്കല്ല് പോലെ. എനിക്കിനി ഇതൊന്നും സഹിക്കാൻ വയ്യ. എപ്പോൾ നീ ഇതൊക്കെ നിർത്തുന്നു അന്ന് ഞാൻ തിരിച്ചു വരാം. ഇപ്പം ഞാൻ പോകും. അല്ലെങ്കിൽ ഇന്ന് മുതൽ നീ നിന്റെ ഗുണ്ടാപ്പണി മുഴുവൻ നിർത്തുവാണെങ്കിൽ ഞാൻ അവസാനം അണ്ണൻ റെഡ്ഡിയുടെ അടുത്ത് നിന്ന് റിസൈൻ ചെയ്തു. സ്വന്തം സെറ്റപ്പിൽ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന അണ്ണനായി നമ്മുടെ രംഗണ്ണൻ. So friends, this was Ranga mass entry scene. Oh man, what a scene! He asked for the lighter and he said no, wait for your turn. Oh my god, cigarette he lighted up, you know. Superb, and the story was super cool. Yeah, he was looking damn handsome. Papa was looking very much, and even these guys Arju, Shantana, and they got his, you know, तो king चाहिए था जो रेड्डी गैंग को, you know, टक्कर दे सके. So they found someone right now. So it was super nice, and what do you say, they luckily they found their, you know, जिससे वो मैच कर सकते, and वो every day उनसे मिलते ड्रिंक करते थे, and now they wanted to be in the gang and all, and trying कि रंगा की gang में चले जाएं. I hope so. Let me see what the plan is now, what they are going to do. And guys, if you like the video, do like, share, comment, subscribe, and click on bell icon. Guys, please support my channel. Thank you. Have a good day. Bye bye.